അതിവേഗ റെയിലുമായി ശരവേഗം മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് UDF സർക്കാർ. പദ്ധതിയുടെ DPR വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി നമ്മുടെ മുന്നിലേക്ക് വരിക. എത്ര സമയമെടുത്താൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പോകേണ്ട? ഉത്തരം 3.5 മണിക്കൂർ എന്നുള്ളതാണ്. യാത്രാ സമയം 3.5 മണിക്കൂർ മാത്രമായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും 3.5 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാൻ കഴിയുന്ന കേരളീയർ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്, അല്ലെ? ഇനി എത്ര ബോഗികൾ? 12 ബോഗികളാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 800 യാത്രക്കാർക്ക് ഒരു സമയം യാത്ര ചെയ്യാൻ കഴിയും എന്നും മനസ്സിലാക്കുന്നു. ആദ്യഘട്ടത്തിലാണ് ഈ 12 ബോഗികൾ ട്രെയിനിൽ ഉണ്ടാവുക. 800 പേർക്ക് യാത്ര ചെയ്യാനും കഴിയും. ഭാവിയിൽ കോച്ചുകളുടെ എണ്ണം കൂടി വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. യാത്രക്കാരുടെ എണ്ണം ഉയരാനുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ച് ആവശ്യം കൂടുന്ന സമയത്ത് കൂടുതൽ ബോഗികൾ, കൂടുതൽ ക്രമീകരണങ്ങൾ എന്ന നില ഒരു പക്ഷേ ഈ അതിവേഗ റെയിൽപാത പദ്ധതിയിലൂടെ വരുമായിരിക്കും. പൂജപ്പുര മുതൽ തിരുവനന്തപുരത്തെ പൂജപ്പുര മുതൽ കണ്ണൂർ വരെ ഏതാണ്ട് 23 സ്റ്റേഷനുകളിലാണ് ഈ 3.5 മണിക്കൂർ യാത്ര. 23 സ്റ്റേഷനുകളിലൂടെയാണ് നമ്മുടെ അതിവേഗ ട്രെയിൻ കടന്നു പോവുക. തിരുവനന്തപുരത്തെ പൂജപ്പുര മുതൽ കണ്ണൂർ വരെ 23 സ്റ്റേഷനുകളാണ് ഉണ്ടാവുക. ഇനി അടുത്തത് ഏകദേശം 465 കിലോമീറ്റർ ദൂരമാണ് ഈ തിരുവനന്തപുരത്തെ പൂജപ്പുര മുതൽ കണ്ണൂർ വരെയുള്ള 465 കിലോമീറ്റർ ദൂരമാണ് ഉണ്ടാവുക. അതിവേഗ റെയിൽപാതയുടെ ആകെ നീളം ഏകദേശം 465 കിലോമീറ്റർ ആയിരിക്കും എന്നും അറിയുന്നു. ഇനി എത്ര വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും? പരമാവധി വേഗം എന്ന് പറയുന്നത് 200 കിലോമീറ്റർ പെർ അവർ ആണ്. ഒരു മണിക്കൂറിൽ 200 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. സ്റ്റോപ്പുകൾ ഉൾപ്പെടെയുള്ള ശരാശരി വേഗത മണിക്കൂറിൽ 140 കിലോമീറ്റർ എങ്കിലും ആയിരിക്കും എന്ന് പറയുന്നു. ഇനി നമുക്കിതിന്റെ ചെലവൊന്ന് നോക്കിയാലോ? ഇതിന്റെ ചെലവ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് 60,000 കോടി രൂപയാണ്. മുൻപുണ്ടായിരുന്നത് സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഇതിന്റെ ചിലവ് കുറവായിരിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഏകദേശം 60,000 കോടി രൂപയാണ് ഇതിനു വേണ്ടി പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ 1 ലക്ഷം കോടി രൂപ വരെയും, അതായത് 4 വർഷം കൊണ്ടാണ് ഇതിന്റെ പദ്ധതി പൂർത്തീകരിക്കുക. അതിനിടയ്ക്ക് ഒരു പക്ഷേ മറ്റ് കാര്യങ്ങളൊക്കെ പരിഗണിച്ച് കൂടുതൽ ചർച്ചകളിലൂടെ ഇതിന്റെ ബജറ്റ് ഉയർത്താനുള്ള സാഹചര്യം ഒരു പക്ഷേ ഉണ്ടായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് എവിടെയാണ് സിൽവർ ലൈൻ വഴിമുടങ്ങിയത് കേരളത്തിൽ? അത് സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. കുറഞ്ഞ സ്ഥലമേറ്റെടുപ്പ് എന്നുള്ളതാണ് ഈ അതിവേഗ റെയിൽ പദ്ധതി മനസ്സിൽ ആവിഷ്കരിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു വലിയ സവിശേഷത. പാതയുടെ വലിയൊരു ഭാഗം തൂണുകളിലൂടെയുള്ള എലിവേറ്റഡ് പാതയും ബാക്കി ഭാഗം ഭൂഗർഭ പാതയുമായി നിർമ്മിക്കും എന്നതിനാൽ സ്ഥലമേറ്റെടുക്കൽ വളരെ കുറച്ച് മാത്രമായിരിക്കും എന്നുള്ളതാണ് DPR വിവരമാക്കുന്ന സവിശേഷത. ഇനി ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്നത് ഇതിന്റെയും അടിസ്ഥാനം ബ്രോഡ് ഗേജ് ആയിരിക്കും എന്നുള്ളതാണ്. നിലവിലുള്ള ഇന്ത്യൻ റെയിൽവേ പദ്ധതികളുമായി ഭാവിയിൽ കൂട്ടിയോജിപ്പിക്കാൻ കഴിയും വിധം ബ്രോഡ് ഗേജ് അടിസ്ഥാനമാക്കിയാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. വിമാനത്താവളങ്ങളുമായി കണക്ടിവിറ്റി ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. കേരളത്തിലെ പ്രധാന വിമാനത്താവളങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുകയാണ് ഈ പുതിയ പാതയുടെ അലൈൻമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നതും പ്രധാനമാണ്. പുറം രാജ്യങ്ങളിൽ നിന്ന് അടക്കം വരുന്ന പ്രവാസികൾക്കും വളരെ കുറച്ച് സമയത്തിൽ ഏറ്റവും നമ്മുടെ വീടുകളിലേക്ക്, പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് വന്നു പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ അലൈൻമെന്റ് എങ്കിൽ അതൊരു പ്രധാനപ്പെട്ട സവിശേഷതയായിരിക്കും. ഇനി എത്ര വർഷം കൊണ്ട് ഇത് പൂർത്തിയാക്കും? സർക്കാർ ലക്ഷ്യമിടുന്നത് 4 വർഷം കൊണ്ടാണ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുൻപ് UDF സർക്കാർ എന്ത് കൊണ്ടുവന്നു എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം ഉണ്ടായിരിക്കും. ഉറപ്പായും മറ്റുള്ള വലിയ പ്രോജക്റ്റുകൾ ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷെ ആദ്യം പ്രഖ്യാപിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്ട് ഈ അതിവേഗ റെയിൽ പദ്ധതി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പങ്കാളിത്തത്തോടെയുള്ള കൊങ്കൺ റെയിൽവേ മാതൃകയിലാണ് ഇതിന്റെ ഫണ്ടിംഗ് വിഭാവനം ചെയ്തത് എന്നതും പ്രധാനമാണ്. 4 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഈ അതിവേഗ റെയിൽപാത പദ്ധതിയുടെ സവിശേഷത. DPR ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുകയാണ്. ഇനി അത് ക്യാബിനറ്റ് പരിശോധിക്കും. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശമാണ് ഉണ്ടായിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കകം നമുക്കറിയാം ഈ ശ്രീധരൻ വിഭാവനം ചെയ്ത അതിവേഗ റെയിൽ പദ്ധതിയാണോ കേരളത്തിൽ സംഭവിക്കുക എന്നത്.